അഗസ്ത്യാർകൂടത്തിൽ നിന്നും ഉത്ഭവിച്ച് തിരുവനന്തപുരം ജില്ലയിലൂടെ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് നെയ്യാർ. നെയ്യാർ ഡാമിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് കള്ളിക്കാട്. ഭൂമിശാസ്ത്രപരമായും ചരിത്രപരമായും ഏറെ സവിശേഷതകളുള്ള ഗ്രാമം കൂടിയാണ് കള്ളിക്കാട്. പശ്ചിമഘട്ടത്തിന്റെ തെക്കായുള്ള ഉയരം കുറഞ്ഞ മലകളാണ് ഇവിടെ അതിർത്തി തീർക്കുന്നത്. പരമ്പരാഗതമായി ഇവിടുത്തെ ജനങ്ങൾ കൃഷിയുമായി ബന്ധപ്പെട്ട് ഉപജീവനം നയിക്കുന്നവരാണ്. അടുത്ത കാലത്തായി കൃഷിക്കാർ ഭൂരിഭാഗവും റബ്ബറിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയുണ്ടായി. എന്നാൽ റബ്ബറിന്റെ വിലയിടിവും വിഷവിമുക്തമായ പച്ചക്കറിയുടെ ലഭ്യതക്കുറവും കർഷകരെ വീണ്ടും പച്ചക്കറി കൃഷിയിലേക്ക് തിരിച്ചെത്തിക്കുകയാണ്. വീടിനോട് ചേർന്നും പാട്ടത്തിനെടുത്ത സ്ഥലങ്ങളിലുമായി വീട്ടാവശ്യത്തിനായുള്ള പച്ചക്കറികൾ കൃഷി ചെയ്തു വരുന്നു. കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിലെ മൈലക്കരയിൽ വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് ജൈവ പച്ചക്കറിത്തോട്ടം ഒരുക്കിയിരിക്കുന്ന കർഷകനാണ് പി. രാമകൃഷ്ണക്കുറുപ്പ്. 150ഓളം ഗ്രോ ബാഗുകളിലും ലഭ്യമായ സ്ഥലത്തുമായാണ് ഇദ്ദേഹത്തിന്റെ കൃഷി. കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ വിളകൾ എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ളതിന് ഒരു മാതൃകയാണ് ഈ കൃഷിത്തോട്ടം. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തിരുന്നപ്പോഴും ചെറിയ രീതിയിൽ ജൈവ കൃഷിക്കായി സമയം കണ്ടെത്താൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ജോലിയിൽ നിന്ന് വിരമിച്ചതിനു ശേഷം കൃഷി കൂടുതൽ വിപുലപ്പെടുത്തുകയായിരുന്നു. പൊതുപ്രവർത്തകൻ കൂടിയായ ഇദ്ദേഹം ഒഴിവു സമയം മുഴുവനും കൃഷിക്കായി മാറ്റിവച്ചിരിക്കുന്നു. ഇദ്ദേഹത്തെ സഹായിക്കുന്നതിനായി കുടുംബവും കൂടെയുണ്ട്. പയർ, ചീര, വെണ്ട, കത്തിരി, തക്കാളി, വെള്ളരി, പച്ചമുളക്, മരിച്ചീനി, വിവിധയിനം വാഴകൾ, പാവൽ, അമര തുടങ്ങിയ പച്ചക്കറികളാണ് പ്രധാനം. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ ജോലി നോക്കുന്ന അവസരത്തിലും കിട്ടുന്ന സമയം ഫലപ്രദമായി വീട്ടാവശ്യത്തിന് വേണ്ടുന്ന ജൈവ കൃഷി മുൻകാലങ്ങളിലും ചെയ്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ റിട്ടയർ ആയതിനു ശേഷം കുറച്ചുകൂടി വിപുലമായി കൃഷിഭവൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും പ്രോത്സാഹനത്തോടുകൂടി കേരള കർഷക സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഞാനൊരു കൃഷിക്കാരനെന്നുള്ള നിലയിൽ അവരുടെയും കൂടെ ആഭിമുഖ്യത്തിലാണ് ജൈവ കൃഷി തന്നെ ചെയ്യുവാൻ എന്നെ പ്രേരിപ്പിച്ചത്. കൃഷിഭവൻ്റെ സജീവമായ സാന്നിധ്യവും മറ്റ് ഇതര മേഖലകളിലുള്ളവരുടെ ഒരു സഹായവും കുടുംബത്തിൻ്റെ സഹായവും ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും കൃഷി ചെയ്യുവാൻ എനിക്ക് കഴിഞ്ഞത്. ഈ കൃഷി ചെയ്യുമ്പോൾ ജൈവ രീതിയിൽ മാത്രമേ അത് ഉപയോഗിക്കൂ. വീട്ടാവശ്യത്തിന് പോയിട്ട് മറ്റുള്ളത് ബാക്കി വരുന്നതിനെയാണ് പുറത്ത് കൊടുക്കുന്നത്. കിട്ടുന്ന സമയം ഒരു 8-9 മണിവരെ ഈ ഫീൽഡിൽ തന്നെ, ഈ മലക്കറി തോട്ടത്തിൽ തന്നെ നിന്ന് അതിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി പരിപാലിപ്പിക്കും. കൃഷിഭവനിൽ നിന്ന് നമുക്ക് ജൈവ കീടനാശിനി തന്നിട്ടുണ്ട്. അതുതന്നെയാണ് നമ്മൾ തളിക്കുന്നത്. ഇപ്പോൾ ചെയ്തിരിക്കുന്നത് മുഴുവനായിട്ട് വളരെ അത്യുൽപാദന ശേഷിയുള്ള തിരഞ്ഞു പിടിച്ച് വെള്ളായണി കാർഷിക കോളേജിൽ നിന്നും കൃഷിഭവനിൽ നിന്നൊക്കെ വാങ്ങി ആണ് ഞാൻ ഈ കൃഷി ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇട്ടിരിക്കുന്ന വിത്തുകൾ മുഴുവനും, ഇപ്പോൾ നിൽക്കുന്ന ഇത് മുഴുവനും ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയാണ്. മുളകിൻ്റെയും പച്ചമുളകിൻ്റെയും കത്തിരിയുടെയും വഴുതനയുടെയും പേരിൻ്റെയൊക്കെ വിത്തുകൾ സ്വന്തമായി തന്നെ ഇവിടെ ഉൽപ്പാദിപ്പിച്ചെടുത്തതിൽ നിന്ന് കരസ്ഥമാക്കിയാണ് കൃഷി ചെയ്യുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ ദിവസവും കൂടെ വന്നാലേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും. വളരെ ജാഗ്രതയോടെ നിന്നാൽ മാത്രമേ ജൈവ കീടനാശിനി എന്നുള്ള നിലയിൽ അതൊക്കെ തളിച്ച് ശരിയാകൂ. ഞാനില്ലാത്ത ദിവസങ്ങളിൽ, എനിക്ക് തിരക്കുള്ള ദിവസങ്ങളിൽ എൻ്റെ ഭാര്യ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി കൃഷി ചെയ്ത് എടുക്കുന്ന ഒരു ഇതാണ്. വാഴയായാലും ശരി, മരിച്ചീനി ആയാലും ശരി, മറ്റിതര കൃഷിയായാലും ശരി, എല്ലാ വിഭാഗത്തിൽപ്പെട്ടതും കുറേശ്ശെ ഏറ്റക്കുറച്ചിലോടുകൂടി ഉണ്ട്. പയറുണ്ട്, വെണ്ടയുണ്ട്, കത്തിരിയുണ്ട്, പച്ചമുളകുണ്ട്, വഴുതനയുണ്ട്, കീരയുണ്ട്. അത് മാത്രമല്ല അമര, വെള്ളരി, ഏത്തവാഴ, മരിച്ചീനി ഈ കാര്യങ്ങളും ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. കൂടുതലും ഗ്രോ ബാഗുകളിലാണ് കൃഷി ചെയ്തിട്ടുള്ളത്.
ചാണകം, ചകിരിച്ചോറ്, മണ്ണ് എന്നിവ ചേർത്തുണ്ടാക്കിയ മിശ്രിതമാണ് ഗ്രോ ബാഗുകളിൽ നിറയ്ക്കുന്നത്. കൂടാതെ കോഴിക്കാഷ്ടം, കടലപ്പിണ്ണാക്ക് പൊടിച്ചത് എന്നിവ വളമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. കൃഷിഭവനിൽ നിന്നും ലഭിക്കുന്ന ജൈവ കീടനാശിനികളാണ് ഉപയോഗിക്കുന്നത്. ജൈവ കീടനാശിനികൾ മാത്രം ഉപയോഗിക്കുന്നതിനാൽ വിളകളിൽ പലപ്പോഴും രോഗങ്ങൾ കാണും. കൃഷിഭവന്റെയും കൃഷി ഓഫീസറുടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ട്. വീട്ടിലെ കിണറിൽ നിന്നും ജലം ടാങ്കുകളിൽ നിറച്ച് അവ ഓസ് ഉപയോഗിച്ചാണ് നനയ്ക്കുന്നത്. ജലലഭ്യത കുറവ് മൂലം ഇപ്പോൾ ഒരു നേരം മാത്രമാണ് നനയ്ക്കാൻ കഴിയുന്നത്. വീട്ടിൻ്റെ മുറ്റത്ത് 2 ചെറിയ കുളം തയ്യാറാക്കി മത്സ്യകൃഷി ആരംഭിച്ചിട്ടുണ്ട്. ആ മത്സ്യകൃഷിയിൽ വിത്തുകൾ ഇട്ടതേ ഉള്ളൂ. ശരിയായ രീതിയിൽ മീനുകൾ തഴച്ചു വരത്തക്ക രീതിയിൽ ആയിട്ടില്ല. അത് മോശമല്ലാത്ത പ്രവർത്തനം അതിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. വീടിനോട് ചേർന്ന് 2 കുളങ്ങൾ കുഴിച്ച് മത്സ്യകൃഷിയും ഇദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട്. കുളം ഗ്രീൻ നെറ്റുകൾ ഉപയോഗിച്ച് മറച്ചാണ് മത്സ്യങ്ങളെ വളർത്തുന്നത്. ജലക്ഷാമം രൂക്ഷമാകുന്ന ഈ കാലത്ത് ജലം സംരക്ഷിച്ചുകൊണ്ട് മികച്ച രീതിയിൽ കൃഷി ചെയ്യാൻ സാധിക്കുന്ന അക്വാപോണിക്സ് കൃഷി രീതിയും പരീക്ഷിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് രാമകൃഷ്ണക്കുറുപ്പ്. ഈ സംവിധാനത്തിലൂടെ വലിയ അളവിൽ ജലത്തിന്റെ ഉപയോഗം കുറയ്ക്കാനും വളത്തിനായുള്ള ചെലവ് കുറയ്ക്കാനും കഴിയും. വിളവെടുക്കുന്ന സമയങ്ങളിൽ വീട്ടാവശ്യത്തിനുള്ളത് എടുത്തതിന് ശേഷം പുറത്ത് ആവശ്യക്കാർക്ക് കൊടുക്കാനും അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. നല്ല രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരു ജൈവ കർഷകനാണ് ശ്രീ രാമകൃഷ്ണക്കുറുപ്പ്. കൃഷിഭവൻ നടപ്പിലാക്കുന്ന PKVY പരമ്പരാഗത കൃഷി വികാസ് യോജന എന്ന പദ്ധതി കഴിഞ്ഞ വർഷം തൊട്ട് നമ്മൾ നടപ്പിലാക്കി വരുന്നുണ്ട്. കൃഷിയിടത്തിൽ PGS പാർട്ടിസിപ്പേറ്ററി ഗ്യാരണ്ടി സിസ്റ്റം എന്ന ഒരു രീതിയിൽ കർഷകർക്ക് ജൈവ സർട്ടിഫിക്കേഷൻ നൽകുന്ന ഒരു പദ്ധതിയാണ്. ഇതിൻ്റെ ഭാഗമായി നമ്മൾ മണ്ണിര കമ്പോസ്റ്റും ജൈവ കൃഷി രീതികൾ പരിപാലിച്ചുകൊണ്ട് തന്നെ കൃഷി സ്ഥലത്ത് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കർഷകർക്ക് കൊടുക്കുന്നുണ്ട്. 50 കർഷകരെയാണ് നമ്മൾ 50 ഏക്കറിൽ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതുകൂടാതെ തന്നെ നമ്മുടെ ജൈവ കൃഷി പദ്ധതിയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ശ്രീ രാമകൃഷ്ണക്കുറുപ്പിൻ്റെ കൃഷിയിടത്ത് ഞങ്ങൾ കൃത്യമായി സന്ദർശിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഉൽപ്പാദിക്കുന്ന പച്ചക്കറികളും അതുപോലെ തന്നെ ചീര, വെണ്ട, വഴുതന മുതലായ തൈകളെല്ലാം തന്നെ കാർഷിക കോളേജിൽ നിന്നും കൃഷി വകുപ്പിൽ നിന്നും ലഭ്യമാക്കുന്നുണ്ട്. രാസവളവും കീടനാശിനികളും ഇല്ലാത്ത പച്ചക്കറിയും രാസവസ്തുക്കൾ ചേർക്കാത്ത നല്ല മത്സ്യവും കഴിക്കുന്നതിനായി എല്ലാ കുടുംബങ്ങളിലും ഇത്തരം ചെറിയ രീതിയിലുള്ള പച്ചക്കറി കൃഷിയും മത്സ്യകൃഷിയും ആർക്കും ചെയ്യാവുന്നതേയുള്ളൂ എന്ന സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നതാണ് ഇദ്ദേഹത്തിന്റെ കൃഷിയുടെ പ്രധാന ഉദ്ദേശം. കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിലെ തന്നെ കാളിപ്പാറയിലെ മറ്റൊരു ജൈവ കർഷകനാണ് അഗസ്റ്റിൻ എ. നെയ്യാർ ഡാമിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് വെള്ളം നൽകുന്ന ആറിന്റെ കരയിലായി 40 സെന്റ് ഭൂമി പാട്ടത്തിനെടുത്താണ് ഇദ്ദേഹം കൃഷി ചെയ്യുന്നത്. ചെറുപ്പത്തിൽ തന്നെ അച്ഛനോടൊപ്പം കൃഷി ചെയ്ത് ശീലിച്ച ആളാണ് അഗസ്റ്റിൻ. മുതിർന്നപ്പോൾ മറ്റു പല ജോലികളും ചെയ്തു. അതിനുശേഷമാണ് കൃഷി ഉപജീവന മാർഗമായി തിരഞ്ഞെടുത്തത്. പയറാണ് അദ്ദേഹത്തിന്റെ തോട്ടത്തിലെ പ്രധാന കൃഷി. 2 മാസത്തോളം പയറിൽ നിന്നും ആദായമെടുക്കാൻ കഴിയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പാവൽ, ചീര, വാഴ,
സലാഡ് വെള്ളരി എന്നിവയും കൃഷി ചെയ്യുന്നു. നമ്മളിവിടെ കൃഷി എന്ന് പറഞ്ഞാൽ കുഞ്ഞുനാളിലെന്ന് പറഞ്ഞാൽ അച്ഛൻ നല്ല കർഷകനാണ്. അച്ഛൻ്റെ കൂടെ നടന്നൊക്കെ കണ്ടും കൃഷി ചെയ്തൊക്കെ പഠിച്ചാണ് എന്തൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ നടന്ന് പിന്നെ കുഞ്ഞുനാളിൽ അവരെ കൂടെ നടന്നൊക്കെ പഠിച്ച ഒരു തൊഴിലാണ്. പിന്നെ ഒരു നേരം പോക്കാട്ടം മുമ്പൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം പിന്നെ അതൊരു ജീവിത മാർഗമായി. പിന്നെ ഇതിനിടയ്ക്ക് വേറെ മരം വെട്ട് ഉണ്ടെങ്കിൽ ഇല്ല. മഴയും പിന്നെ ഇതൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് വലിയ മാർഗങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ ഒരു 40 സെൻറ്റാണ് ഇപ്പോൾ പാട്ടം എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു കുറേ വാഴയും കുറേ ഇത് മരിച്ചിനി കുറേ വെച്ചിട്ടുണ്ട്. പിന്നെ കൂടുതൽ പയർ പിന്നെ കുറേ കീര, കുറച്ച് വെള്ളരി, കുറേ പാവൽ, ഇതെല്ലാം കൂടെ വെച്ചിട്ടുണ്ട്. ദിവസവും രാവിലെ 6 മണി മുതൽ അദ്ദേഹവും കുടുംബവും കൃഷിയിടത്തിലെത്തുന്നു. നനയ്ക്കുന്നതും കളകൾ പറിക്കുന്നതും തുടങ്ങി എല്ലാ ജോലികളും ഇവർ ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഓണക്കാലത്ത് വിളവെടുക്കുന്ന രീതിയിൽ പയറും പടവലവും വെള്ളരിയും വലിയ അളവിൽ കൃഷി ചെയ്യുന്നുണ്ട്. 5 അടി ഉയരത്തിൽ പന്തൽ നാട്ടിയാണ് പയർ കൃഷി ചെയ്യുന്നത്. പക്ഷികളുടെ ശല്യം ഒഴിവാക്കാനായി പന്തലിന് 2 അടി മുകളിൽ വലയും ഇട്ടിരിക്കുന്നു. പൂർണ്ണമായും ജൈവവളങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ചാണകം, കോഴിക്കാഷ്ടം, ഗോമൂത്രം തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട വളങ്ങൾ. കൃഷി ഓഫീസിൽ നിന്നും ലഭിക്കുന്ന ജൈവ കീടനാശിനികളും ഉപയോഗിക്കുന്നു. കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിലെ വിവിധ കൃഷികളാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. പച്ചക്കറി, വാഴ, തെങ്ങ്, കമുക്, ഇഞ്ചി, കിഴങ്ങ് വർഗ്ഗം മുതലായ കൃഷിയാണ് കൂടുതലും ഇവിടെ ചെയ്തു വരുന്നത്. സംയുക്തമായി ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും നടപ്പിലാക്കുന്ന ജൈവ സമൃദ്ധി പദ്ധതി വളരെ നന്നായിട്ട് തന്നെ ഇവിടെ നടപ്പിലാക്കി വരുന്നുണ്ട്. വിളവെടുക്കുന്ന പയർ 1/2 കിലോയുടെ പിടികളായി കെട്ടി കടകളിൽ എത്തിച്ചു കൊടുക്കുന്നു. കൂടാതെ ആവശ്യക്കാർ നേരിട്ടെത്തിയും വാങ്ങുന്നുണ്ട്. പയറിലാണ് ഇപ്പം കൂടുതൽ വരുമാനം ഉള്ളത്. എങ്ങനെ വയ്യാലും ഡെയിലി ഒരു 10-30 കിലോ പയർ ഡെയിലി കിട്ടും. അത് പിന്നെ അടുത്ത് പിടികെട്ടി ഇവിടെ തന്നെ സെയിൽസ്മാനെ കൊടുക്കും. 1/2 കിലോ വെച്ച് പിടികെട്ടി അങ്ങനെ കൊടുക്കും. 1 കിലോ പയറിന് ഒരു 60 രൂപ നമുക്കിവിടെ കിട്ടും. പാവലും കുഴപ്പമില്ല, 1 കിലോയ്ക്ക് 60 രൂപ വിലയ്ക്ക് പാവയ്ക്കും വിൽക്കുന്നുണ്ട്. വാഴ, മരിച്ചീനി എന്നിവ ഇടകലർത്തിയാണ് കൃഷി ചെയ്യുന്നത്. ഇത് വളത്തിന്റെയും ജലത്തിന്റെയും അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ചീരയും ഇവിടുത്തെ മറ്റൊരു പ്രധാന കൃഷിയാണ്. ഒപ്പം പാവലും സലാഡ് വെള്ളരിയും കൃഷി ചെയ്യുന്നുണ്ട്. ആറിന്റെ ജലനിരപ്പിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന കൃഷിയിടത്തിലേക്ക് കുടങ്ങളിൽ ജലം ശേഖരിച്ചു കൊണ്ടുവന്നാണ് നനയ്ക്കുന്നത്. ഇത്രയും ഇതൊക്കെ ഉണ്ടെങ്കിലും വെള്ളത്തിനാണ് നമുക്ക് വളരെ ബുദ്ധിമുട്ട്. പക്ഷേ അങ്ങ് താഴെ ഇറങ്ങിയ കുടത്തിനാണ് 2 നേരം കോരിക്കൊണ്ട് നടക്കുന്നത്. നനയ്ക്കുന്നത് വളരെ ബുദ്ധിമുട്ടൊക്കെയാണ്. കുറേശ്ശൊക്കെ നനയ്ക്കൊക്കെ നടക്കുള്ളൂ. വളം എന്ന് പറഞ്ഞാൽ കോഴിക്കാറും ചാണകവും പിന്നെ പച്ച കുഴയൊക്കെ വെട്ടി അറിഞ്ഞ് വാരിയൊക്കെ തള്ളി അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതുണ്ട്. കൂടുതലും ചാണകം തന്നെയാണ്. പച്ചയും ഇതൊക്കെ വാരി കലക്കിയൊക്കെ ഒഴിച്ച് അതുകൊണ്ടാണ് കൂടുതലും അങ്ങനെ പോകുന്നത്. കൃഷിഭവൻ്റെ നേതൃത്വമൊക്കെ ഉണ്ട്. അവരുടെ സഹായമൊക്കെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു ഇതെങ്കിലൊക്കെ ചെയ്തു പോകുന്നത്. പിന്നെ ഈ മരുന്നൊക്കെ അവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് നമ്മൾ ചെറുതായിട്ടൊക്കെ സ്പ്രേ ചെയ്യുന്നത്. വിത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് തന്നെ ഇപ്പോൾ ഒരു സ്റ്റെപ്പ് തീരുമ്പോൾ അതിനെ ശേഖരിച്ച് വെച്ച് അടുത്തതിന് വീണ്ടും ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റെപ്പ് സ്ഥലം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ആ വിത്ത് നഷ്ടമാകും. പിന്നെ അത് വീണ്ടും വേറെ ആരെങ്കിലും പരിചയക്കാർ ആരെങ്കിലും കാണും. വീണ്ടും അങ്ങനെ അവരിൽ നിന്നൊക്കെ വീണ്ടും വാങ്ങി വീണ്ടും നടും. സ്ഥലം കിട്ടാതെ വരികയാണെങ്കിൽ മാത്രമേ വിത്ത് നമ്മൾ വാങ്ങാണ്ട് വരുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ കയ്യിൽ വിത്ത് കാണും. 6 തവണ കള്ളിക്കാട് പഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. വിഷവിമുക്തമായ പച്ചക്കറികൾ കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും നൽകാൻ കഴിയുന്നു എന്നുള്ളത് ഒരു വലിയ നേട്ടമാണെന്ന് അഗസ്റ്റിൻ വിശ്വസിക്കുന്നു. മലയാളം മറന്നു തുടങ്ങിയ കാർഷിക സംസ്കാരം തിരിച്ചു വരേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇവരുടെ ജൈവ കൃഷിയിടങ്ങൾ.
यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നൈപുണ്യ വികസന പദ്ധതിയുടെ 2ാം ഘട്ട പരിശീലന പരിപാടികൾക്ക് തുടക്കം. സൗജന്യ ഏകദിന കൂൺ കൃഷി പരിശീലനം. നടീൽ വസ്തുക്കൾ വിൽപ്പനയ്ക്ക്. വിശദമായ വാർത്തകളിലേക്ക്. പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജന പദ്ധതി പ്രകാരം കേരളത്തിലെ ചെറുകിട റബ്ബർ മേഖലയിൽ നടപ്പാക്കുന്ന നൈപുണ്യ വികസന പദ്ധതിയുടെ 2ാം ഘട്ട പരിശീലന പരിപാടികൾക്ക് തുടക്കമായി. ഈ ഘട്ടത്തിൽ 22,000 പേർക്ക് പരിശീലനം നൽകാനാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുള്ളത്. കേന്ദ്ര നൈപുണ്യ വികസന കോർപ്പറേഷനും റബ്ബർ സ്കിൽ ഡെവലപ്മെന്റ് കൌൺസിലുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. 2ാം ഘട്ടത്തിൽ റബ്ബർ ടാപ്പർ, പ്രോസസിംഗ് ടെക്നീഷ്യൻ, തോട്ടം തൊഴിലാളി, റബ്ബർ നഴ്സറി തൊഴിലാളി എന്നീ തൊഴിൽ മേഖലകളിലായി പരിശീലനം നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസുമായോ റബ്ബർ ബോർഡ് കോൾ സെന്ററുമായോ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0481 2576622. കേരളത്തിന്റെ തനതായ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ കൂണിനമാണ് വെള്ള ചിപ്പിക്കൂൺ. മറ്റു കൂണുകളെ അപേക്ഷിച്ച് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വിളവെടുപ്പ് നടത്താം എന്നതാണ് ഇതിന്റെ പ്രത്യേകത. വെള്ളായണി കാർഷിക കോളേജ് ഇൻസ്ട്രക്ഷണൽ ഫാമിൽ വെള്ള ചിപ്പിക്കൂൺ വിത്ത് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0471 2383572. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0471 2383572. കായലിൽ കൂട് മത്സ്യകൃഷി തുടങ്ങാൻ താൽപര്യമുള്ളവർക്ക് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം സാങ്കേതിക പരിശീലനം നൽകുന്നു. മെയ് 20-ന് തൃപ്പൂണിത്തറ ശ്രീനാരായണ വിദ്യാപീഠത്തിന് സമീപത്തായാണ് പരിശീലനം. കൂട് നിർമ്മാണം, അനുയോജ്യമായ സ്ഥലം കണ്ടെത്തൽ, മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന വിധം, തീറ്റ നൽകൽ, പരിപാലന രീതികൾ തുടങ്ങി കൂട് കൃഷിയുമായി ബന്ധപ്പെട്ടതും നൂതന സംയോജിത കൃഷിരീതിയായ അക്വാഫോണിക്സിനെ കുറിച്ചും പരിശീലനം നൽകും. CMFRIയിലെ മാരികൾച്ചർ വിഭാഗമാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. പ്രവേശനം സൗജന്യമാണ്. താൽപര്യമുള്ളവർ 9446 432 433 എന്ന നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യുക. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വലിയതുറ തെങ്ങിൻ തൈ ഉൽപാദന കേന്ദ്രത്തിൽ കുറുകിയ WCT, D*T ഇനം തെങ്ങിൻ തൈകൾ, നേന്ത്രൻ, ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ എന്നിവ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. കുറുകിയ ഇനം WCT തെങ്ങിൻ തൈകൾക്ക് തൈ ഒന്നിന് 75 രൂപയും D*T ഇനം തെങ്ങിൻ തൈ ഒന്നിന് 125 രൂപയും നേന്ത്രൻ ടിഷ്യൂ കൾച്ചർ വാഴത്തൈ ഒന്നിന് 20 രൂപയുമാണ് വില. തൃശൂർ രാമവർമ്മപുരത്തുള്ള മിൽമ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 29 മുതൽ ജൂൺ 1 വരെ ആട് വളർത്തലിൽ പരിശീലനം നൽകുന്നു. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0487 269 6869. പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുത്തിട്ടുള്ളതും 50 മുതൽ 60 ദിവസം വരെ പ്രായമുള്ളതുമായ മുട്ടക്കോഴികളെ കൊട്ടിയത്തുള്ള മൃഗാശുപത്രിയിൽ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. വില ഒന്നിന് 100 രൂപയാണ്. ബുക്കിംഗിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9995 736 396. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9995 736 396. കോട്ടയം കോഴായിലെ ജില്ലാ കൃഷിത്തോട്ടത്തിൽ ഗുണമേന്മയുള്ള കരിമുണ്ട ഇനത്തിൽപ്പെട്ട കുരുമുളക് വള്ളികൾ 5 രൂപ നിരക്കിൽ ഓഫീസ് പ്രവൃത്തി ദിവസങ്ങളിൽ വിതരണം ചെയ്യുന്നു. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ
0482 223 4016. കേരള കാർഷിക സർവകലാശാലയുടെ പട്ടാമ്പി RARS കേന്ദ്രത്തിൽ നിന്നും നെല്ല്, വാഴ, പച്ചക്കറി എന്നീ വിളകളിൽ സൂക്ഷ്മ മൂലകങ്ങൾ ആവശ്യത്തിന് ലഭ്യമാകുന്ന വളക്കൂട്ടുകൾ തയ്യാറാക്കി വരുന്നു. നെല്ലിനായുള്ള സമ്പൂർണ്ണ KAU മൾട്ടിമിക്സും വാഴയ്ക്കുള്ള സമ്പൂർണ്ണ KAU മൾട്ടിമിക്സും പട്ടാമ്പിയിലെ RARSന്റെ വിൽപ്പന കേന്ദ്രത്തിൽ നിന്നും ലഭ്യമാണ്. വില കിലോഗ്രാമിന് 200 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0466 2201100 9744 173331. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കൊട്ടാരക്കര സദാനന്ദപുരത്തെ കൊല്ലം കൃഷി വിജ്ഞാന കേന്ദ്രം കൃഷിക്കാർക്കായി ഈ മാസം അവസാന ആഴ്ചയിൽ നടക്കുന്ന ഏകദിന കൂൺകൃഷി പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 20-ാം തീയതി വൈകിട്ട് 4 മണിക്ക് മുൻപായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. വെബ്സൈറ്റ് kvkkollam.kau.in. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി kvkkollam.kau.in. പത്തനംതിട്ട അടൂർ സ്റ്റേറ്റ് ഫാമിൽ നെൽവിത്ത്, ചുവന്ന ചീര, മുളക്, വെണ്ട, വെള്ളരി, പാവൽ, പടവലം, വഴുതന, വള്ളിപ്പയർ, കുറ്റിപ്പയർ തുടങ്ങിയ പച്ചക്കറി വിത്തുകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04734 227 868. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 12,900 രൂപ, കോഴിക്കോട് 14,400, തൃശൂർ 12,900. കൊപ്ര കൊച്ചി 8,695, കോഴിക്കോട് 9,200, തൃശൂർ 8,750. കുരുമുളക് അൺഗാർബിൾഡ് 52,800, ഗാർബിൾഡ് 54,800. ചുക്ക് മീഡിയം 10,000, ബെസ്റ്റ് 12,000. മഞ്ഞൾ സേലം 8,500, മഞ്ഞൾ ഈറോഡ് 9,000. അടയ്ക്ക പഴയത് 20,000-നും 21,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5-ാം ഗ്രേഡ് 12,700, RSS 4-ാം ഗ്രേഡ് 12,900. കോട്ടയം RSS 5-ാം ഗ്രേഡ് 12,700, റബ്ബർ RSS 4-ാം ഗ്രേഡ് 12,900 രൂപ. കമ്പോള നിലവാരം കൊച്ചി. വെളിച്ചെണ്ണ 12,900 രൂപ, കൊപ്ര 8,695, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,300, റോട്ടറി 2,700. കുരുമുളക് അൺഗാർബിൾഡ് 52,800, ഗാർബിൾഡ് 54,800. ചുക്ക് മീഡിയം 10,000, ബെസ്റ്റ് 12,000. മഞ്ഞൾ നാടൻ 11,500, അടയ്ക്ക പുതിയത് 20,000-നും 21,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 170-നും 200-നും മധ്യേ. തൊണ്ടില്ലാത്തത് 275-നും 325-നും മധ്യേ. ജാതിപത്രി 500-നും 700-നും മധ്യേ. ഗ്രാമ്പു 650. റബ്ബർ RSS 5-ാം ഗ്രേഡ് 12,700, RSS 4-ാം ഗ്രേഡ് 12,900. ഒട്ടുപാൽ 9,000, ലാറ്റക്സ് 9,000 രൂപ. കമ്പോള അവലോകനം. മഴമേഘങ്ങളുടെ വരവ് കണ്ട് ഹൈറേഞ്ചിലെ ഏലക്ക കർഷകർ സ്റ്റോക്ക് ഇറക്കാൻ ഉത്സാഹിച്ചു. ഒരാഴ്ചക്കിടയിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ലേലകേന്ദ്രങ്ങളിൽ ഏലക്ക വരവ് വർദ്ധിച്ചു. പിന്നിട്ട വാരം 470 ടൺ ഏലക്ക എത്തി. ഇതോടെ ഈ സീസണിലെ മൊത്തം വരവ് ഏകദേശം 17,250 ടണ്ണായി. ഇന്ന് ശാന്തൻപാറയിൽ വലിപ്പം കൂടിയ ഇനങ്ങൾ കിലോ 1,088 രൂപയിലും ശരാശരി ഇനങ്ങൾ 877 രൂപയിലുമാണ്. ആഭ്യന്തര വിദേശ വിപണികളിൽ നിന്ന് കുരുമുളകിന് അന്വേഷണങ്ങൾ മങ്ങിയതുമൂലം വില ഉയർത്തി ചരക്ക് സംഭരിക്കാൻ വാങ്ങലുകാർ തുടക്കത്തിൽ തയ്യാറായില്ല. ഗാർബിൾ മുളക് കിലോ 548 രൂപ. റബ്ബർ അവധി വ്യാപാര രംഗത്തെ ഉണർവ് കണ്ട് വ്യവസായികൾ കൊച്ചി, കോട്ടയം വിപണികളിൽ കാണിച്ച താൽപര്യം ഷീറ്റ് വില ഉയർത്തി. 4-ാം ഗ്രേഡിന് 200 രൂപ വർദ്ധിച്ച് 12,900-ലേക്ക് കയറി. മുഖ്യ വിപണികളിൽ നാളികേര ഉൽപ്പന്നങ്ങൾ സ്റ്റഡി നിരക്കിലാണ്. വില ഉയർത്താതെ എണ്ണ വിറ്റഴിക്കാനുള്ള ശ്രമത്തിലാണ് മില്ലുകാരെങ്കിലും അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് വിൽപ്പന വർദ്ധിച്ചില്ല. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 36.2, 27. കൊച്ചി 33, 25.5. ആലപ്പുഴ 33, 27.4. പുനലൂർ 34.5, 24.6.
തിരുവനന്തപുരം കൂടിയ താപനില 32.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.6 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.